ഇന്ന് വനിതാ തിയേറ്ററിൽ നിന്ന് ആറാട്ടണ്ണനെ ഇറക്കി വിട്ടു തിയേറ്ററിൻ്റെ ഓണർ. അപ്പോൾ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ആളെ നമുക്കറിയാവുന്നതാണ്. സന്തോഷ് വർക്കി ഒത്തിരി സിനിമകൾക്ക് റിവ്യൂ ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പുറകെ നടന്ന ആളുകൾ സിനിമയുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നതാണ്. ഒരു ഫിലോസഫറാണ് അദ്ദേഹം, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ തിയേറ്റർ റിവ്യൂസിൻ്റെ സമയങ്ങളിൽ പോലും അദ്ദേഹത്തിനെ പലരും കോമാളിയാക്കി കാണുകയും അദ്ദേഹവുമായിട്ട് വാക്കുതർക്കത്തിൽ പെടുകയും അദ്ദേഹത്തിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യനെ അവഹേളിക്കുന്ന ഒരു തരത്തിലേക്ക്, കോമാളിയാക്കുന്ന തരത്തിലേക്ക് തന്നെ പലരും ചിത്രീകരിക്കുകയും പിന്നെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നീട് പകല് കാണുന്ന ആറാട്ടണ്ണനല്ല, രാത്രിയാകുമ്പോഴത്തേക്ക് ഫോൺ എടുത്തിട്ട് അതും ഇതുമൊക്കെ പറഞ്ഞ് വീണ്ടും വിവാദത്തിലേക്കൊക്കെ വരുന്ന ഒരാളാണ് നമ്മൾ കാണുന്നത്. ഇന്ന് തിയേറ്ററിൽ വെച്ച് അദ്ദേഹത്തിനെ ഇറക്കി വിട്ടിട്ട് അദ്ദേഹം തിയേറ്റർ ഓണറുമായിട്ട് വഴക്കായി. അവസാനം എന്താ പറയുക, ഇനി ആ തിയേറ്ററിലേക്കില്ല. തിയേറ്ററിൽ ഈ പറയുന്ന പോലെ വനിതാ തിയേറ്റർ ഫേമസ് ആയ അദ്ദേഹം കാരണമാണെന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞു. ആ ഒരു രീതിയിൽ ഭയങ്കരമായിട്ട് റേസ് ചെയ്ത് ഇറങ്ങിപ്പോയി. ഇപ്പം സാധാരണ സിനിമ കാണാൻ തിയേറ്ററിൽ പോകുന്ന ആൾക്കാരുടെ ആളാരാണെന്നോ ജാതകം എന്താണെന്നോ ഒന്നും ആരും തിരക്കാറില്ല. കാരണം അതിനകത്തൊരു 200 പേര് 250 പേര് അല്ലെങ്കിൽ ഒരു 500 പേര് സിനിമ കാണുന്നുണ്ട്. 500 പേരും 500 തരത്തിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ആരെയും നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരാളെ ഭ്രാന്തനാന്ന് പറഞ്ഞ് ഇറക്കി വിടുകയാണെങ്കിൽ ബാക്കിയുള്ള മനോരോഗമുള്ളതും മനോരോഗം ഇല്ലാത്തതുമായിട്ടുള്ള ഒത്തിരി പേരെ ജഡ്ജ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ബോംബ് ഡിറ്റക്ടർ എന്ന് പറയുന്ന പോലെ വല്ല ഭ്രാന്ത് ഡിറ്റക്ടറൊക്കെ വെച്ചിട്ട് ആൾ ഭ്രാന്തനാണോ മനോരോഗിയാണോ അല്ലാത്തതാണോ എന്നൊക്കെ വെച്ച് തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടിയിട്ട് ആളെ കയറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴത്തേക്കും ഇപ്പം മലയാള സിനിമയിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി എന്താണ്? ജൂൺ 1 മുതൽ സിനിമകൾ തിയേറ്ററുകളെല്ലാം നിർത്തിയിടുകയാണ്. കാരണം 200 ചിലവാന സിനിമകൾ ഇറങ്ങിയതിൽ 176 സിനിമയോളം നഷ്ടം. സിനിമകളെല്ലാം നഷ്ടമാണ്. കയറി കാണാൻ ആളുകളില്ല. ജൂൺ 1 മുതൽ സിനിമാ സമരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയുള്ള ആളുകൾ ആൾക്കാരെ ജഡ്ജ് ചെയ്ത് തിയേറ്ററുകളിൽ കയറ്റുന്ന തിയേറ്റർ ഓണേഴ്സ് ഉണ്ടെങ്കിൽ തിയേറ്റർ ഓണേഴ്സിനോട് പറയാനുള്ളത് നഷ്ടമാകും. ഓരോരുത്തരെ ജഡ്ജ് ചെയ്ത് കയറ്റാൻ പോവുകയാണെങ്കിൽ അവസാനം ആളും കാണത്തില്ല, പൂരവും കാണത്തില്ല എന്ന് പറയുന്ന അവസ്ഥയാവും. ആൾക്കാരെല്ലാം OTT സിനിമ കാണും. അവസാനം നിങ്ങളുടെ തിയേറ്ററുകളെല്ലാം നഷ്ടത്തിലാവും. ഒന്നാമതെ മൊത്തത്തിൽ പ്രശ്നത്തിലിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ആളെ എങ്ങനെ നെഗറ്റീവായിട്ടാണെങ്കിലും പോസിറ്റീവായിട്ടാണെങ്കിലും ആളുകൾ ഇദ്ദേഹത്തിൻ്റെ ആറാട്ടണ്ണൻ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനും കാണാനും ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായി. ചിലപ്പോൾ അയാളെ കോമാളിയായിട്ട് കാണാനായിരിക്കും, ചിലപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ ആറാട്ടണ്ണൻ അല്ല ഈ സന്തോഷ് വർക്കിനെ ഇറക്കി വിട്ട ഒരു സാഹചര്യം വളരെ മോശമാണ്. തിയേറ്ററിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്ത് വളരെ വളരെ മോശമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഒന്നാമത് മലയാള സിനിമ പ്രതിസന്ധിയിലാണ്. അത് ആറാട്ടണ്ണൻ കാരണമല്ല, സിനിമകൾ ചെയ്യുന്നതെല്ലാം നഷ്ടത്തിലാണ്. പ്രൊഡ്യൂസേഴ്സ് നഷ്ടത്തിലാണ്. പ്രൊഡ്യൂസേഴ്സ് കുത്തുവാള എടുത്തു പോകുന്ന ഒരുപാട് പേരുണ്ട്. അത് കൃത്യം പറയുവാണെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ഒരു സംവിധായകനെ വിളിച്ചപ്പോൾ 8 കോടി ചെയ്യേണ്ട ഒരു പടം ചെയ്തു തീർന്നപ്പോൾ 20 കോടി രൂപയായി. 20 കോടി രൂപയായ പടം ഫസ്റ്റ് ഡേ തന്നെ വാഷ് ഔട്ട് ആയി കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ സംവിധായകനെ വിളിച്ചപ്പോൾ സംവിധായകൻ പറഞ്ഞത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ ചെയ്യേണ്ട രീതിയിൽ സിനിമ ചെയ്തു, ഞാൻ മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. കാരണം അവൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി, അവന് കിട്ടാനുള്ള കാശും കിട്ടി. നഷ്ടമാർക്കാ പ്രൊഡ്യൂസർക്ക്. അങ്ങനെ പ്രൊഡ്യൂസർമാർ എല്ലാവരും നഷ്ടത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ തിയേറ്ററിലേക്ക് വരുന്ന ഓരോ ആൾക്കാരും വിലപ്പെട്ട ആൾക്കാരാണ്. അത് തിയേറ്റർ ഓണേഴ്സ് മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങൾക്ക് കാശിൻ്റെ ഹുങ്കുണ്ടെന്ന് തോന്നലുള്ള തിയേറ്റർ ഓണേഴ്സൊക്കെ ആണെങ്കിൽ വളരെ വളരെ മോശമാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ ഇറക്കി വിടരുത്. നമ്മൾ സിനിമ കാണാൻ പോകുന്ന ആൾക്കാർ പല ആൾക്കാരുണ്ട്, പല രീതിയിലുള്ള 100 പേരുടെ 100 തരത്തിലുള്ള സ്വഭാവക്കാരായിരിക്കും. എല്ലാവരെയും ഇങ്ങനെ ഒരു ജഡ്ജ് ചെയ്തിട്ട് സിനിമ കാണാൻ വേണ്ടി കയറ്റുവാണെങ്കിൽ അവസാനം തിയേറ്ററും കാണത്തില്ല, ആളും കാണത്തില്ല, പൂരവും കാണത്തില്ല എന്ന് പറയുന്നൊരവസ്ഥയാണ്. അപ്പം എന്തായാലും സന്തോഷ് വർക്കിയോട് ചെയ്ത കാര്യം വളരെ വളരെ മോശമാണ്. എന്തു തന്നെയാണെങ്കിലും അദ്ദേഹം റിയാക്ട് ചെയ്തു. അദ്ദേഹം തെറി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്. കാരണം സിനിമയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം സിനിമ കാണാൻ വന്ന്. അപ്പം അവിടെ വരുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുക്കാൻ ആളുണ്ടെങ്കിൽ അദ്ദേഹം സംസാരിക്കും. അയാളെ കാണാനും അയാളുമായിട്ട് സംസാരിക്കാനും സമ്മതിക്കാനും ഒക്കെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് കിട്ടുന്നതും കൊണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കണ്ടന്റ് കൊണ്ട് യൂട്യൂബ് റീച്ച് ആവുകയും കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ ഈ പറയുന്ന വീഡിയോ ഇടുന്ന 10 പേര് കണ്ടു കഴിഞ്ഞാൽ എനിക്കും ഗുണമാണ്. ആറാട്ടണ്ണനെ കുറിച്ച് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനോടുള്ള താല്പര്യം കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കണ്ടന്റ് ചിലപ്പോൾ റീച്ച് കയറ്റുമായിരിക്കും. അതുകൊണ്ടാണ്. അതിൽ തിയേറ്റർ ഓണേഴ്സൊന്നും അദ്ദേഹത്തിനോട് ഇങ്ങനെ ഈ പറയുന്ന പെരുമാറ്റമൊക്കെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ചെയ്ത് വളരെ വളരെ മോശമായിപ്പോയി.